നമസ്കാരം. വിഴിഞ്ഞത്തെ ചടങ്ങിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ അതൃപ്തി. അതിന്റെ കേന്ദ്രസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയതാണ് ഇതിനെല്ലാം കാരണം. അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഈ സമയം സംസ്ഥാന സർക്കാർ എതിർപ്പൊന്നും അറിയിച്ചില്ല. ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്റെ മരുമകൻ കൂടിയായ റിയാസ് പൊട്ടിത്തെറിച്ചത് വിവാദത്തിന് പുതിയ മാനം നൽകി. അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതായത് സാങ്കേതിക അർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിച്ച് വേദിയിലിരുത്തിയത് പിണറായി സർക്കാരാണ്. ഈ സാഹചര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിലാണ് നീരസം. CMRL കേസിൽ മകൾ വീണ വിജയൻ പ്രതിസ്ഥാനത്താണ്. കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJP അധ്യക്ഷനെ ഒരു മന്ത്രി തന്നെ ട്രോൾ ചെയ്ത് ശരിയായില്ല എന്ന വിലയിരുത്തൽ CPM-ലെ പലർക്കുമുണ്ട്. ഇതിനിടെ CMRL-മായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ 3334 ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റിന്റെ കണക്ക് പുസ്തകത്തിൽ പറയുന്നു. കേസ് അന്വേഷിച്ച SFIO പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ CMRL എത്ര രൂപ വീതം നൽകിയെന്ന് കണക്കുള്ളത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL ഉൾപ്പെടെ കേരളത്തിലെ 12 സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നു. കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച BJP നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം CBI അന്വേഷണം ആവശ്യപ്പെട്ട് SFIOയ്ക്ക് ശനിയാഴ്ച കത്ത് നൽകി. ഇത് അതിനിർണായക നീക്കമാണ്. ഇതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചതടക്കം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചില CPM കേന്ദ്രങ്ങളെങ്കിലും വിലയിരുത്തുന്നുണ്ട്. ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ SFIO കേസിലെ നടപടികൾ മുമ്പോട്ട് പോകാത്തത്. ഇത് സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് തടഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ കളിയാക്കരുതായിരുന്നുവെന്നാണ് ഇടത് കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ അന്നത്തെ BJP അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന് പ്രത്യേക പരിഗണന കിട്ടി. അന്ന് കുമ്മനടി എന്ന് വിളിച്ച് CPM വ്യാപക പരിഹാസങ്ങളുണ്ടാക്കി. എന്നാൽ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കാൻ ചന്ദ്രനടി എന്ന പ്രയോഗം ചർച്ചയാക്കാനായിരുന്നു CPM സൈബർ സഖാക്കൾ ശ്രദ്ധിച്ചത്. എന്നാൽ അത്തരം പ്രചരണം തുടങ്ങിയെങ്കിലും അത് വ്യാപകമായി സൈബർ സഖാക്കൾ ഏറ്റുപിടിച്ചില്ല. ഇതിന് കാരണവും CPM നേതൃത്വത്തിന്റെ കർശന ഇടപെടലാണെന്ന് സൂചനകളുണ്ട്. കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ് SFIO നടത്തിയത്. വീണയുടെ കമ്പനിക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഉൾപ്പെടെ CMRL പണം നൽകിയത് എന്തിനെന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. കരിമണൽ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈക്കൂലി കൈപ്പറ്റുകയായിരുന്നുവെന്ന് ഷോൺ ആരോപിക്കുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം ഇത് അന്വേഷിക്കേണ്ടത് CBI ആണ്. കള്ളപ്പണം വെളുപ്പിക്കൽ ഭാഗം അന്വേഷിക്കേണ്ടത് ED-യുമാണ്. SEBI അന്വേഷിക്കേണ്ട ഇടപാടുകളുമുണ്ട്. ഈ ഏജൻസികളെയെല്ലാം തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കാൻ SFIOയ്ക്ക് സാധിക്കും. ഇതിനാണ് കത്ത് നൽകിയിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു സേവനവും വീണയുടെ കമ്പനി CMRL-ന് നൽകിയിട്ടില്ല. ഇത് വീണയുൾപ്പെടെ മൊഴിയായി അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ 31-ാം ഖണ്ഡികയിൽ വീണയും എക്സാലോജിക്കും CMRL IT മേധാവിയും ഇങ്ങനെ മൊഴി നൽകിയെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിൽ വീണയുടെ മൊഴിയും ഷോൺ ജോർജ് പുറത്തുവിട്ടു. ഇതോടെ മൊഴി നൽകിയില്ലെന്ന വീണയുടെ വിശദീകരണവും പ്രതിക്കൂട്ടിലായി. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്നാണ് CPM നേതൃത്വത്തിന്റെ വാദം. എന്നാൽ 2021 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നതുവരെ ഇരു കമ്പനികളും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഇമെയിൽ ആശയവിനിമയം പോലും നടന്നിട്ടില്ലെന്നത് അസ്വാഭാവികമാണെന്നും ഷോൺ പറയുന്നു. ഇതോടെ CMRL കേസിന് പുതിയ മാനങ്ങളും വരുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉദ്ഘാടന വേദിയിലെ ഇരിപ്പിടം ലഭിച്ചതിനായിരുന്നു പരിഹാസത്തോടെ റിയാസ് പോസ്റ്റ് ഇട്ടത്. റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം കിട്ടിയത്. മന്ത്രി KN ബാലഗോപാൽ, MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ VN വാസവൻ, GR അനിൽ എന്നിവർ വേദിയിലുണ്ടായിരുന്നു. റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായി എത്തിയിരുന്നു. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. പിന്നീട് ഈ വിവാദം റിയാസും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായി. രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് മനസ്സിലാകുമെന്നും ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിന് വെക്കാവുന്നതാണെന്നും റിയാസ് പരിഹസിച്ചു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ കേരളത്തിലും വികസന നേട്ടം ഉണ്ടാകാൻ പോവുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് അത് മനസ്സിലാകണമെന്നില്ലെന്നുമായിരുന്നു രാജീവിന്റെ പരിഹാസം. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.